ഓക്കെ, നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ ഒന്ന് ഓടിച്ചൊന്ന് പറയാം. ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ദ 3 ഡയമെൻഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു നാനോ സൈസ് എന്ന് പറയുന്ന പോലെ ഇലക്ട്രോണിൻ്റെ മോഷനെ നമ്മൾ എല്ലാ ഡയറക്ഷനിലും കൺഫൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോണിൻ്റെ മോഷൻ എല്ലാ ഡയറക്ഷനിലും ഉണ്ട്, അതൊരു പ്രത്യേക രീതിയിൽ കൺഫൈൻ ചെയ്തെടുക്കുന്നതിനെയാണ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഡയറക്ഷനിൽ മാത്രമാക്കാം, 2 ഡയറക്ഷനാക്കാം, 3 ഡയറക്ഷനാക്കാം. എല്ലാ ഡയറക്ഷൻ ആ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷനെ നമ്മൾ എല്ലാ ഡയറക്ഷനിലും നാനോ സൈസിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺഫൈൻ ചെയ്തെടുക്കുന്നു എന്ന് പറയുവാണെങ്കിൽ, അറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം ഡോട്ട്. ബാക്കി പോയിൻറ്റ്സുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 1 ഡയമെൻഷണൽ സ്ട്രക്ചർ, 2 ഡയറക്ഷനിൽ നമ്മൾ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൺഫൈൻ ചെയ്തെടുക്കുന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ 1 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറയും. അതുപോലെ 2 ഡയമെൻഷൻ വെച്ചാൽ ഒരെണ്ണം നമ്മൾ നാനോ സൈസിൽ എത്തിക്കുന്നതാണ്. അതായത് മോഷൻ ഓഫ് ഇലക്ട്രോൺ കൺഫൈൻഡ് ഇൻ 1 ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം ഷീറ്റ്. Then fullerene and carbon nanotube. Fullerene and carbon nanotube are 2 important classes of nanomaterial. Fullerene means it is an allotrope of carbon. കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് എന്ത് ഫുള്ളറിൻ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് 60 കാർബൺ ആറ്റം ജോയിൻഡ് ഇൻ എ ക്ലോസ്ഡ് സ്പിയർ. ഒരു ക്ലോസ്ഡ് സ്പിയറിൽ 60 കാർബൺ ആറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫുള്ളറിൻ മീൻസ് ഇറ്റ് ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആൻഡ് 60 കാർബൺ ആറ്റംസ് ആർ ജോയിൻഡ് ഇൻ എ സ്പിയർ. പോപ്പുലർലി നോൺ ആസ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ ഓർ ബക്കി ബോൾസ്. ഒരു ബോളിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് അതിൻ്റെ പേര് ബക്കി ബോൾസ് എന്നാണ്. ഫുള്ളറിൻസ് ആർ പ്രിപ്പയർഡ് ബൈ വേപ്പറൈസിങ് എ ഗ്രാഫൈറ്റ് റോഡ് ഇൻ എ ഹീലിയം അറ്റ്മോസ്ഫിയർ. ഹീലിയം അറ്റ്മോസ്ഫിയറിൽ ഒരു ഗ്രാഫൈറ്റ് റോഡിനെ വേപ്പറൈസ് ചെയ്താണ് നമ്മൾ ഫുള്ളറിൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ടഫ് ആൻഡ് തെർമലി സ്റ്റേബിൾ. ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ ഫുള്ളറിൻ ചോദിച്ചാൽ എഴുതിയിരിക്കണം. ദെൻ കാർബൺ നാനോ ട്യൂബ്. മോസ്റ്റ് യൂസ്ഫുൾ നാനോ മെറ്റീരിയൽ ഈസ് കാർബൺ നാനോ ട്യൂബ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാർബൺ നാനോ ട്യൂബ്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് എസ് എ സ്ട്രക്ചേർഡ് ഫോം ഓഫ് ബക്കി ബോൾസ്, എ ഷീറ്റ് ഓഫ് കാർബൺ കാർഡ് ഇൻറ്റു സിലിണ്ടർ ക്യാപ്ഡ് അറ്റ് 1 എൻഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബക്കി ബോൾസിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ആക്കിയെടുക്കുന്നത് കാർബൺ നാനോ ട്യൂബ് ഷീറ്റാണ്. ഓക്കെ, കാർബൺ നാനോ ട്യൂബ് ക്യാൻ ബി മെയ്ഡ് ഫ്രം സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ശരിക്കും ആ കാർബൺ നാനോ ട്യൂബിൻ്റെ ഫിഗർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പടം മനസ്സിലാവും. ആ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രത്യേകതകൾ: വെരി ഹൈ സ്ട്രെങ്ത്, ലോ വെയ്റ്റ്, ലോ ഡെൻസിറ്റി ആൻഡ് റെഗുലർ സ്ട്രക്ചർ. എ സിംഗിൾ വാൾഡ് carbon nanotube is strong and stiff. It is 100 times stronger than steel. Being hollow and tubular, it is ideal for gas storage. Carbon nanotubes are used in solar panel due to their strong ultraviolet absorption characteristics. They have high thermal conductivity. 1 dimensional structures ആണ് sp2 hybridization. അപ്പോൾ കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രത്യേകതകളാണ് sp2 hybridization and 1 dimensional structures ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കാർബൺ നാനോ ട്യൂബിനെ പറ്റി ചോദിച്ചാൽ എഴുതേണ്ട പോയിൻറ്റ്സുകൾ. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. മോസ്റ്റ് ഓഫ് ദി നാനോ മെറ്റീരിയൽ എക്സിബിറ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻറ്റ്സുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ, ക്വാണ്ടം കൺഫൈൻമെൻറ്റ്, ലാർജ് സർഫസ് എനർജി, റെഡ്യൂസ്ഡ് ഇംപെർഫെക്ഷൻസ്. ഈ 4 പോയിൻ്റാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. നാനോ മെറ്റീരിയൽസ് ഹാവ് ലോവർ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് റെഡ്യൂസ്ഡ് ലാറ്റിസ് കോൺസ്റ്റൻറ്റ് ഡ്യൂ ടു ലാർജ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. മെൽറ്റിംഗ് പോയിൻ്റല്ലോ, ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടീസ് തന്നെയാണ്, ഒന്നുകൂടി എഴുതിയാൽ മാത്രം മതി. വേരിയേഷൻ ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഗോൾഡ് വിത്ത് പാർട്ടിക്കിൾ സൈസ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇത് ആ ഫിഗർ ഒരു ഗ്രാഫാണ്. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും വെൻ ദ സൈസ് ഓൾസോ ഡിക്രീസസ്. മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ ലോ ആക്കി മാറ്റും വെൻ ദ സൈസ് ഓൾസോ ഡിക്രീസസ്. അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് നാനോ വയേഴ്സ് ഹാവ് മെക്കാനിക്കൽ സ്ട്രെങ്ത് മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബൾക്ക് ഫോം. സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നാനോ മെറ്റീരിയൽസ് ഹാവ് ലെസ് സർഫസ് ഡിഫക്റ്റ്, റിയാക്ടിവിറ്റി ഹൈ, ബെറ്റർ കാറ്റലിസ്റ്റ്, മോഡുലർ ഇലാസ്റ്റിസിറ്റി ഈസ് ഓൾസോ ഹൈ. ഇതൊക്കെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസാണ്. ഇതെല്ലാം പഠിച്ചേക്കാം. അടുത്ത ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആർ ഡ്യൂ ടു ഇൻക്രീസ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. ആസ് ദ സൈസ് ഡിക്രീസസ്, ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസസ് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻ ബാൻഡ് ഗ്യാപ്പ് എനർജി. ബാൻഡ് ഗ്യാപ്പ് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആൻഡ് ദസ് വേവ് ലെങ്ത് ഡിക്രീസസ് as the size decreases. When the size decreases, band gap increases. അത് ഇക്വേഷൻ ഉണ്ട്. Eg is inversely proportional to lambda. ലാംഡയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Therefore എന്താണ് വേവ് ലെങ്ത് കുറയും. സൈസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറയും. ദ സ്മോളർ ഡയമെൻഷൻ ഓഫ് നാനോ സ്ട്രക്ചർ ആർ വൈഡർ ഈസ് ദ സെപ്പറേഷൻ ഓഫ് എനർജി ലെവൽസ് ലീഡിങ് ടു എ സ്പെക്ട്രം ഓഫ് ഡിസ്ക്രീറ്റ് എനർജീസ്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെറ്റീരിയലിനെ നാനോ സൈസിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് എനർജീസ് നമുക്ക് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് കാണാൻ പറ്റും. ഗോൾഡിൻ അതുപോലെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഗോൾഡിൻ ബൾക്ക് ഫോം അപ്പിയർ യെല്ലോ ആൻഡ് ഇൻ നാനോ സൈസ് ഇറ്റ് അപ്പിയർ റെഡ്. അടുത്ത ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. Electrical proper conductivity of nanomaterial depend on increased perfection, reduced impurity and dislocations. Electrical conductivity decreases. ഈ പോയിന്റാണ് എഴുതേണ്ടത്. Electrical conductivity decreases with reduced dimensions due to increased surface scattering. Ballistic conduction occur when the length of the conductor is small. Increased tunneling conduction. Magnetic properties. നാനോ മെറ്റീരിയൽസ് ആർ മോർ മാഗ്നറ്റിക് ദാൻ ബൾക്ക് മെറ്റീരിയൽ. നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബൾക്ക് മെറ്റീരിയലിനെക്കാളും മാഗ്നറ്റിക് ആയിരിക്കും. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കം മാഗ്നറ്റിക് വെൻ ദ ക്ലസ്റ്റർ സൈസ് റെഡ്യൂസ്ഡ് ടു atoms. Ferromagnetic material become super paramagnetic in nano size. Sodium and potassium are paramagnetic in bulk form but ferromagnetic in nano phase. അതായത് നമുക്ക് നാനോ മെറ്റീരിയൽ മാഗ്നറ്റിക് അല്ലാത്ത മെറ്റീരിയൽസിനെ മാഗ്നറ്റിക് മെറ്റീരിയൽ ആക്കി മാറ്റാൻ പറ്റും വെൻ ദ സൈസ് റെഡ്യൂസസ്. അതായത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കം മാഗ്നറ്റിക് വെൻ ദ സൈസ് ഡിക്രീസസ്. സോഡിയം പൊട്ടാസ്യം ഒക്കെ പാരാമാഗ്നറ്റിക് ആണ് ബൾക്ക് ഫോമിൽ, പക്ഷേ ഫെറോമാഗ്നറ്റിക് ആണ്. പിന്നെ സോഡിയം പൊട്ടാസ്യം ഒക്കെ അതിൻ്റെ ബൾക്ക് സൈസിൽ അത് ഏതായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. പക്ഷേ നാനോ സൈസിലേക്ക് കൊണ്ടുവന്നാൽ